ഹലോ, ഞാൻ ലിബിലി. അപ്പോൾ ഇന്നിപ്പോൾ ഒക്ടോബർ 10 ഇന്നൊരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. രാവണപ്രഭു സിനിമ അത് ഇന്ന് കാണാൻ പോകണമെന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ പ്ലാനിങ് ഒക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഇന്നത്തെ കാര്യം നടക്കില്ല. കാര്യം ഇന്നിപ്പോൾ ജോലിയുണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് കാരണം ഇന്നിപ്പോൾ സിനിമകളിൽ നടക്കില്ല. അപ്പോൾ മാത്രമല്ല, ഇപ്പോൾ രാവണപ്രഭു എന്നൊക്കെ പറഞ്ഞ സിനിമ എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ പോയി ആഘോഷിക്കാൻ പറഞ്ഞൊരു സിനിമയാണ്. അത് മാത്രമല്ല, ഇന്നിപ്പോൾ ഫസ്റ്റ് ഡേ കാരണം ഈ തിയേറ്ററിൽ ഈ ചവറ് ഐറ്റങ്ങളെ കയറുള്ളൂ. അതായത് ചവറെന്ന് പറഞ്ഞാൽ ഞാൻ പറയാം, ഇപ്പം ഫാൻസിൽ തന്നെ ഈ മുകളിലൊന്ന് കാല് പൊക്കി ഒന്ന് കൈയടിച്ചാലുള്ളൊക്കെ കയ്യടി മാർപ്പുളിയും വിളിക്കണ കുറേ ശല്യങ്ങൾ, ചവറുകൾ, ഞാൻ അങ്ങനെ തന്നെ പറയുള്ളൂ. കാരണം മറ്റുള്ളവൻ്റെ ഒരു ആസ്വാദനത്തിനെ കൂടി ഇവന്മാർ നശിപ്പിക്കും. മറ്റുള്ളവർ സിനിമ കാണുമ്പോൾ എനിക്ക് സിനിമ കാണുന്നത് ഇങ്ങനെയാണ്, സ്വസ്ഥമൊക്കെ ആയിട്ട് നമുക്ക് നമ്മുടെ സ്ക്രീനിലെ എല്ലാ കാര്യങ്ങളൊക്കെ വേറെ ശബ്ദവും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് സ്വസ്ഥമായിട്ട് ഇരുന്ന് സിനിമ കാണണം. ഞാൻ അങ്ങനെ സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ എന്തായാലും റിലീസിൻ്റെ ഒന്നും പോയില്ല. കാരണം ഇന്നാൾ ചോട്ട മുംബൈ കണ്ടപ്പോൾ തന്നെ എനിക്ക് ആ ഒരു ഇത് കിട്ടി. കാരണം ശല്യങ്ങളാണ്. പിന്നെ മറ്റേ ഫോറമാളിൽ ചോട്ട മുംബൈ കണ്ടപ്പോൾ ഫോറമാളിൽ പിന്നെ ഡീസൻ്റ് ആൾക്കാരായിരുന്നു. അത് കാരണം ഒരു കയ്യടിയോ ഒരു കുഴിയോ അങ്ങനെ ഒന്നും തിയേറ്ററിലുണ്ടായിരുന്നില്ല. അത് തന്നെ ഒരു പ്ലസ് പോയിൻ്റ് ആയിട്ട് കിട്ടി എനിക്ക്. കാരണം ഞാൻ രണ്ടാമത്തെ തവണയാണ് ഫോർമാളിൽ പടം കണ്ടത്. ആദ്യത്തെ തവണ കണ്ടപ്പോൾ ഇതേപോലെ തന്നെ ഫസ്റ്റ് ഷോ കാണുമ്പോൾ എല്ലാവർക്കും ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കാര്യങ്ങളില്ലേ. അപ്പം മൊത്തം ഈ കയ്യടിയും ആർപ്പുലിയും കൂവിലിയും ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് ആ പടം കണ്ടതിൻ്റെ ഒരു തൃപ്തി കിട്ടില്ല. അതാണ് മെയിൻ കാര്യം. ഞാൻ ഇന്നിപ്പോൾ കാണാത്തതും അതുകൊണ്ടൊക്കെ തന്നെയാണ്. കാരണം ഇന്നിപ്പോൾ അത് കവിതയിൽ ഇന്നലെ വൈകുന്നേരം 6:30 അങ്ങോട്ട് ഫാൻ ഷോ ഉണ്ടായില്ലേ, ഇന്നലെ തന്നെ കാണണമായിരുന്നു. ആ തിയേറ്ററിൻ്റെ ഉള്ളിൽ ഇന്നലെയാണോ ഇന്നാണോ അറിയില്ല, തിയേറ്ററിൽ കിടന്ന് കാട്ടിക്കൂടണം, സ്ക്രീനിൻ്റെ മുകളിലൊക്കെ കയറി ഡാൻസ് കളിക്കുക, ഇതൊക്കെയാണ്. അതാണ് ഞാൻ പറയുന്നത്, ചവറുകൾ എന്ന് പറയില്ലേ, ഈ എന്തിനു പറഞ്ഞേ, ഈ താരാരാധന വെച്ച് അമിതമായ ഈ എങ്ങനെ ഇപ്പോൾ പറയണേ, കാര്യം മനസ്സിലായില്ലേ. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഇന്നിപ്പോൾ മെയിനായിട്ട് സിനിമ കാണാൻ പോകാത്തത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ജോലിയുടെ കാര്യം. അപ്പോൾ അതിൻ്റെ കൂടി ഒരു പ്രശ്നമൊക്കെ ആയിട്ടാണ് പോകാത്തത്. എന്തായാലും തിങ്കളാഴ്ച ഇറങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് സ്വസ്ഥം സമാധാനമായിട്ട് ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു തിയേറ്ററിൽ പോയി കാണണം. അങ്ങനെയുണ്ട്. മിക്കവാറും ഫോർമാലിൽ കാണണമെങ്കിൽ ഫോർമാലിലൊന്നും അത്ര ശല്യങ്ങളില്ല. അതാണ് എനിക്ക് ഫോർമാലിൽ കിട്ടിയ ഒരു പ്രത്യേകത. അതായത് ഈ കുഴിയിലും കൈയിലും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഫോർമാലിൽ തന്നെ പോയി കാണാം. അതായിരിക്കും നല്ലത്. ഇനിയിപ്പോൾ എന്തായാലും ശരി.